കൈനെങ്ങും കൊണ്ടെങ്ങും പോയേ എടയൂർ പഞ്ചായത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു. ഡിവൈഎഫ്ഐയും SFIയും സംയുക്തമായി സ്മൈൽ എടയൂർ മെറിറ്റ് ഡേ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർ, LSS, USS പരീക്ഷാ വിജയികൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, മറ്റ് കലാകായിക മേഖലകളിൽ കഴിവ് തെളിയിച്ച 500 പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. PM മോഹനൻ അധ്യക്ഷത വഹിച്ച പരിപാടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്മൈൽ പോലെയുള്ള പ്രതിഭാ സംഗമങ്ങൾ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് പ്രചോദനമാകുമെന്നും ഇതിന് നേതൃത്വം നൽകിയ സംഘാടകരെ അഭിനന്ദിക്കുന്നുവെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. സമൂലമായ മാറ്റം വരുത്തുന്നതിന് വിപ്ലവകരമായ പ്രവർത്തനം അല്ലെങ്കിൽ മുന്നിൽ നിന്ന് കേരളത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നയിച്ച വിദ്യാർത്ഥി സംഘടനയാണ് SFI. അവർക്ക് ഇതല്ലാതെ വേറെ ചെയ്യാൻ സാധിക്കില്ല. ഇസ്മായിൽ എന്ന പരിപാടിയല്ലാതെ വേറെ ചെയ്യാൻ സാധിക്കില്ല. കാരണം സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഡിവൈഎഫ്ഐയും SFIയും. ആ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐയും SFIയും ചെയ്യുന്നത്. അവരെ കൂടി ഇതിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചതിന്, ഇത്രയധികം കുട്ടികളെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്നതിന്, ഇത്രയധികം രക്ഷിതാക്കളെ, അധ്യാപകരെ ഒരുമിച്ച് കൊണ്ടുവന്നതിന്, അവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി, അവർക്ക് പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി, അവരെ നാളത്തേക്ക് നമ്മുടെ ഭാവി ആകെ ചിന്തിപ്പിക്കുന്നതിന് കൂടി ഈ വേദി ഒരുക്കിയതിന് SFIയെയും ഡിവൈഎഫ്ഐയെയും സ്മൈൽ എന്ന ഈ പരിപാടിയെയും ഇതിന്റെ സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിലൂടെ ഏറ്റവും മികച്ച പൗരന്മാരായി, നമ്മുടെ നാളത്തെ പ്രതീക്ഷയായി അവരൊക്കെ വളരട്ടെ. അതോടൊപ്പം മറ്റു മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയൊക്കെ തന്നെയും സമൂഹത്തിന്റെ മാതൃകാ പുരുഷന്മാരായി, മാതൃകാ വനിതകളായി അവരെ വളർത്തുന്നതിന് ഈ പരിപാടി ഗുണകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. പൂക്കാട്ടിരി VPS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 1000 പേരാണ് പങ്കെടുത്തത്. യുവഗായകൻ അതുൽ നറുകര, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് E സിന്ധു, CPIM വളാഞ്ചേരി ഏരിയ സെക്രട്ടറി VK രാജീവ്, SFI സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹ T, ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ഷമീം ഇല്യാസ് PP, KK രാജീവ്, VP റംല, അർജുൻ P, സിദ്ധാർത്ഥ് NP എന്നിവർ സംസാരിച്ചു. KA സക്കീർ, AK റിഫായി, PM നിതിൻ, സാന്ദ്ര MP, ഷൗക്കത്ത് അലി NK, അഹമ്മദ് ഷമീം KP, മഹിമ MP, അഖിൽ കുമാർ M, CP സുനിൽ ദാസ്, UK ബിജു, VK സുബ്രഹ്മണ്യൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം M സുജിൻ സ്വാഗതവും DYFI വളാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് M അഖിൽ നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ, ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.